സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്നൊരു സയൻസ് ഫിക്ഷൻ സീരീസിനെ കുറിച്ച് സംസാരിക്കാം. ഈ സീരീസിൻ്റെ പേരാണ് ദി ഡാർക്ക് മാറ്റർ. ഇത് 2024 ആപ്പിൾ TV+ൽ 9 എപ്പിസോഡുകളോടുകൂടി ഫസ്റ്റ് സീസൺ വൈൻഡപ്പ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. ഈ സീരീസ് മെയിനായിട്ട് അൾട്ടർനേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. ഈ സീരീസിലെ കഥാനായകൻ്റെ പേരാണ് ജെയ്സൺ. ജെയ്സൺ ഒരു കോളേജ് പ്രൊഫസറാണ്, ഫിസിക്സ് കോളേജ് പ്രൊഫസറാണ്. ചില്ലറ പുള്ളിയൊന്നുമല്ല. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻട്രോ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിക്സിലൊരു തിയറി പുള്ളിയുടെ ക്ലാസ്സിൽ പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടാണ് പുള്ളിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇൻട്രൊഡക്ഷൻ അല്ല, പുള്ളിക്ക് മെയിനായിട്ടുള്ളൊരു പ്ലോട്ട് തുടങ്ങണം അവിടുന്നാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമുക്ക് ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്താണെന്ന് നോക്കാം. ഈ തിയറിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീരീസ് ഒന്നുകൂടെ എൻജോയബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് തന്നെ പറഞ്ഞു തുടങ്ങാം. ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫിസിക്സിലൊരു തിയറിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പൂച്ചേനെ ഒരു കൺസീൽഡ് ബോക്സിനകത്ത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറക്കാത്തോടത്തോളം ഈ ബോക്സിനകത്തുള്ള പൂച്ചയ്ക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്? ഒന്നുകിൽ അത് ചത്തുപോയിരിക്കാം, അല്ലെങ്കിൽ അത് ജീവനോടുണ്ടാവും. നമ്മളത് തുറന്നു കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഒന്നുകിൽ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ജീവനോടുണ്ടാവും. എന്നാൽ തുറക്കാത്തോടത്തോളം കാലം അവിടെ രണ്ട് സിറ്റുവേഷൻസ് ആണുള്ളത്. അത് ജീവനോടെ ഉണ്ടാവാം, അത് മരിച്ചിട്ടും ഉണ്ടാവാം. അതായത് ഈ രണ്ട് റിയാലിറ്റി കോഎക്സിസ്റ്റ് ചെയ്യണം നമ്മളത് നോക്കാത്തോടത്തോളം കാലം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ്. അങ്ങനെ ഈ കഥയിലെ നായകൻ ജെയ്സൺ, പിന്നെ പുള്ളിക്കാരനൊരു ഭാര്യയുണ്ട്, ഡാനിയല്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു സണ്ണുണ്ട്. അങ്ങനെ ഈ പ്രൊഫസർ ആയിട്ടുള്ള ജെയ്സണ് ഭയങ്കര വെൽത്തൊന്നുമില്ല, വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പുള്ളി അത്യാവശ്യം ദാരിദ്ര്യമൊക്കെയുള്ളൊരു പ്രൊഫസറാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ കോളേജ് പ്രൊഫസർമാർക്ക് ഭയങ്കര സാലറി ഒന്നും അമേരിക്കയിലില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം, വാൾട്ടർ വൈറ്റ് അടക്കം പുള്ളിക്ക് ക്യാൻസർ വന്നപ്പോൾ പിന്നെ ഡ്രഗ് ഉണ്ടാക്കി വിറ്റ് ആണ് കാശുണ്ടാക്കി പിള്ളേരെ സേഫാക്കാൻ നോക്കിയത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ അവർക്ക് സാലറി ഇല്ലെന്നാണ് തോന്നുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് കഥയിലോട്ട് വരാം. അങ്ങനെ ഈ പുള്ളി അങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു മാസ്ക് ഇട്ട ഒരാൾ വന്നിട്ട് പുള്ളീനെ തട്ടിക്കൊണ്ട് പോവുകയാണ്. ഒരു ഡ്രഗ് കുത്തിവെച്ച് പുള്ളിനെ മയക്കി പുള്ളീനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ പുള്ളിക്ക് ബോധം വരുമ്പോൾ പുള്ളി ഉണ്ടായിരുന്ന ജീവിത സാഹചര്യത്തിലേ അല്ല പുള്ളി വേറൊരു സാഹചര്യത്തിലാണ്. അതായത് പുള്ളി അവിടെ റിച്ചാണ്, പുള്ളിക്ക് സ്വന്തമായിട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. പുള്ളി ഭയങ്കര പേരെടുത്തിട്ടുള്ളൊരു ഫിസിക്സ് സയൻറ്റിസ്റ്റാണ്, ഇവിടുത്തെ പോലെ പ്രൊഫസറൊന്നുമല്ല. പിന്നൊരു മാറ്റം, പുള്ളിക്ക് മകനില്ല. പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ജസ്റ്റ് പരിചയം ഉണ്ടെന്നുള്ളൂ. പുള്ളിയുടെ ഗേൾ ഫ്രണ്ടും വൈഫൊന്നുമല്ല. അങ്ങനെ പുള്ളി മനസ്സിലാക്കുകയാണ്, പുള്ളി ഈ ഷ്രോഡിഞ്ചേഴ്സ് ബോക്സ് പുള്ളിയുടെ കമ്പനിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടെ ഈ ബോക്സിനകത്ത് കയറാണ്. എന്നിട്ടൊരു ഡ്രഗ് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രഗ് കുടിച്ചിട്ട് ഈ ബോക്സിനകത്ത് കയറി വാതിലടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡോർസ് കാണാൻ പറ്റും. ഓരോന്നും ഓരോ റിയാലിറ്റീസേ കയറാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ തുണിക്കടയിലൊക്കെ പോയിട്ട് ട്രയൽ റൂം കയറി കണ്ടിട്ടില്ലേ? പുറകിലൊരു കണ്ണാടി, മുമ്പിലൊരു കണ്ണാടി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൊത്തം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്മളെ തന്നെ നമ്മൾ കാണൂലേ? അതുപോലെ കാണാൻ പറ്റും. മാത്രമല്ല, ഓരോ ഡോറും മുന്നോട്ട് ചെന്നിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പുള്ളീനല്ല കാണാൻ പറ്റും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡോർസ് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ഡോർസ് പുള്ളി തുറന്ന് നോക്കിയാലും ഓരോ റിയാലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ പുള്ളി ഒരു ഡ്രഗ് ഇവരിതിനു മുമ്പ് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചാൽ മാത്രമേ ഈ ഷ്രോഡിഞ്ചർ ബോക്സ് വർക്ക് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു തിയറി ഉണ്ട്. ആ തിയറി ഇങ്ങനെയാണ് പറയുന്നത്: ദ ഒബ്സർവേഴ്സ് എഫക്റ്റ്. ഇൻ ക്വാണ്ടം മെക്കാനിക്സ്, എ സിസ്റ്റം exist in a state of superposition, that is, all possible outcomes existing at once until it is observed. The act of a conscious observation collapses the quantum state into a single reality. അതായത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് ഈ
മൾട്ടിപ്പിൾ പോസിബിലിറ്റീസിനെ ഒരു സിംഗിൾ പോസിബിലിറ്റി ആയിട്ട് മാറ്റി ഒറ്റ റിയാലിറ്റിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ് ഒബ്സർവേഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ് കുടിക്കുന്നത്. അപ്പോൾ ഇത് മെൻ്റലി എന്തോ ഒരു എഫക്റ്റ് ഉള്ള ഒരു ഡ്രഗാണ്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്തോ സംഭവിച്ചിട്ട് മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ആ ബോക്സിനകത്ത് കാണിക്കും എന്നതാണ് തിയറി. അപ്പം അങ്ങനെ ഈ പുള്ളി ഇത് വേറെ റിയാലിറ്റിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ സ്വന്തം റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓരോ ഡോർ ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഓരോ ഡോറ് തുറക്കുമ്പോൾ ഓരോ റിയാലിറ്റീസിലാണ് പുള്ളി എത്തിപ്പെടുന്നത്. ചിലയിടത്ത് ഭയങ്കര മഞ്ഞ് വീണ സ്ഥലമായിരിക്കും, ചിലയിടത്ത് ഓൾറെഡി വേൾഡ് മുഴുവൻ ഫ്ലഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അങ്ങനെ പല ഒരു പോസിബിലിറ്റി ചെല്ലുമ്പോൾ പുള്ളി എന്താ പറയുക, ഭയങ്കര സിവിലൈസ്ഡ് ആയിട്ട് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ പല പോസിബിലിറ്റീസ്. അറ്റ് ദ സെയിം ടൈം പുള്ളിയുടെ റിയാലിറ്റിയിലുള്ള പുള്ളിയുടെ വൈഫിൻ്റെ കൂടെ ഈ പുള്ളീനെ അബ്ഡക്റ്റ് ചെയ്തത് പുള്ളിയുടെ വേറെ ഈ റിയാലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ്. അപ്പോൾ പുള്ളിക്ക് കിട്ടാത്ത പുള്ളിയുടെ വൈഫിനെയും പുള്ളിയുടെ സണ്ണിൻ്റെയും കൂടെ പുള്ളി ജീവിക്കണം. അതായത് ഒറിജിനൽ ആളെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട്. അങ്ങനെ ഈ ബോക്സിനകത്തൂടെ പല റിയാലിറ്റിയിൽ സഞ്ചരിക്കുന്ന ഈ നായകൻ ഒടുക്കം മനസ്സിലാക്കുകയാണ് നമ്മുടെ ചിന്തകളാണ് ഓരോ പോസിബിലിറ്റീസും തുറന്നു തരുന്നത്. അപ്പോൾ പുള്ളി അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് ഒടുവിൽ തൻ്റെ സ്വന്തം റിയാലിറ്റിയിലേക്ക് എത്തിപ്പെടുകയാണ്. പക്ഷേ പുള്ളി അവിടെ എത്തിപ്പെടുമ്പോഴേക്കും ട്വിസ്റ്റായിട്ട് ഒരുപാട് പുള്ളിനെ പോലത്തെ ആയിരക്കണക്കിന് ജെയ്സൺസ് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ തമ്മിൽ ക്ലാഷ് ആവുകയാണ്, ആർക്ക് ഈ വൈഫിന് മോനി കിട്ടണം എന്നുള്ളതിൽ. പക്ഷേ ഈ വൈഫ് ചൂസ് ചെയ്യണം. ആദ്യമായിട്ട് അവളുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ജെയ്സനെ പുള്ളിക്കാരി ചൂസ് ചെയ്യണം. അതെന്തിനാണെന്ന് എനിക്കും തോന്നിയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതാണോ യഥാർത്ഥ ജെയ്സൺ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് പുള്ളിയുടെ കൂടെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മുടെ ആഗ്രഹം പോലെ നടന്നില്ല. അങ്ങനെ ആ സീരീസ് ഫസ്റ്റ് സീസൺ അവിടെ അവസാനിക്കുകയാണ്. ഇനി സെക്കൻഡ് സീസൺ വരാൻ പോകുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 28 തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ ഗൈസ്.